ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയാണ് നോക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. 5 നിയോജക മണ്ഡലങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഒന്നാമത്തെ നിയോജക മണ്ഡലമായ തിരുവല്ല നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മാത്യു ടി തോമസും വർഗീസ് മാമൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയും അനൂപ് ആൻ്റണി, അതായത് ആൻ്റണിയുടെ മകൻ അനൂപ് ആൻ്റണി BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 8000 to 10,000 വോട്ടിൻ്റെ ലീഡ്, 8000ത്തിനും 10,000ത്തിനും ഇടയിൽ വോട്ടുകളുടെ ലീഡോട് കൂടി മാത്യു ടി തോമസ് LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത നിയോജക മണ്ഡലം റാന്നി നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രമോദ് നാരായണനാണ്. പഴക്കുളം മധു UDFിൻ്റെ സ്ഥാനാർത്ഥിയും തോമസ് കെ സാമുവൽ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 3000 to 5000 വോട്ടിൻ്റെ ലീഡോടുകൂടി പ്രമോദ് നാരായണൻ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത പത്തനംതിട്ട ജില്ലയിലെ മൂന്നാമത്തെ നിയോജക മണ്ഡലമായ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. അബിൻ വർക്കിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. കുമ്മനം രാജശേഖരനാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ വിജയിക്കാൻ പോകുന്നത് വീണ ജോർജ്. ഏകദേശം 1000 to 3000 വോട്ടിൻ്റെ ലീഡോടുകൂടി വീണ ജോർജ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോന്നി നിയോജക മണ്ഡലമാണ്. കോന്നി നിയോജക മണ്ഡലത്തിൽ KU ജനീഷ് കുമാറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സതീഷ് കൊച്ചുപറമ്പിലും TP സുദർശനൻ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 10,000 to 12,000 വോട്ടിൻ്റെ ലീഡോടുകൂടി KU ജനീഷ് കുമാർ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത നിയോജക മണ്ഡലം അടൂർ നിയോജക മണ്ഡലമാണ്. പത്തനംതിട്ടയിലെ 5ാമത്തെ നിയോജക മണ്ഡലമായ അടൂർ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പ്രീജി കണ്ണൻ അഥവാ പ്രീജി ശശീന്ദ്രൻ. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത് CV ശാന്തകുമാർ. പന്തളം പ്രഭാകരനാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 300 to 500 വോട്ടിൻ്റെയും 500 വോട്ടിൻ്റെയും ലീഡോടുകൂടി പ്രീജി കണ്ണൻ അഥവാ പ്രീജി ശശീന്ദ്രൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 5 നിയോജക മണ്ഡലങ്ങളും തൂത്തുവാരുമെന്നാണ് LDF തന്നെ തൂത്തുവാരുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് നോക്കുമ്പോൾ 6 നിയോജക മണ്ഡലങ്ങൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂരും എറണാകുളവും പാലക്കാടും ഇടുക്കിയും മലപ്പുറവും പത്തനംതിട്ടയും ഈ 6 നിയോജക മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ LDF 31 സീറ്റും UDF 34 സീറ്റും ആയി കട്ടക്കായിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം 3 സീറ്റിൻ്റെ ലീഡ് ഇപ്പോൾ UDFിനാണ് ഉള്ളത്. അപ്പോൾ 34 സീറ്റോടുകൂടി UDFും 31 സീറ്റോടുകൂടി LDFും
വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കോഴിക്കോട് നിയോജക മണ്ഡലവുമായി വരാം. അപ്പോൾ അതുവരേക്കും ബൈ. താമര തോറ്റു ദൂരം പാടി ആകെ മൊത്തം പോയി കണ്ടപാടിയോടി യുഡിഎഫ് വന്നേ ഏറെ നേട്ടം തന്നെ മുന്നേറിടാൻ വന്നേ വിജയ